الحمد لله الذي جعل لنا الإسلام نورا وجعل لنا القرآن هدى ورحمة وجعل لنا في رسول الله صلى الله عليه وسلم أسوة حسنة رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഈ പരിശുദ്ധ റമളാനിൽ സൂറത്ത് മറിയമിലെ 1 മുതൽ 23 ആയത്തുകൾ വരെ നമ്മൾ പഠനവിധേയമാക്കി. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ 24, 25, 26 എന്നീ 3 ആയത്തുകളാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ പരിശ്രമങ്ങളും അവൻ്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിനു വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. സൂറത്ത് മറിയമിലെ 1 മുതൽ 23 ആയത്തുകൾ വരെയുള്ള ഭാഗങ്ങളിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാം. കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന ഒരു സൂറത്താണ് സൂറത്ത് മറിയം. കാഫ്, ഹാ, യാ, ഐന്, സ്വാദ് എന്നീ 5 അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. ശേഷം നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത് സക്കരിയ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയിലേക്കാണ്. അദ്ദേഹം വളരെ രഹസ്യമായി കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ അള്ളാഹുവിനോട് പറയുകയാണ്. അദ്ദേഹം വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ തൻ്റെ തലമുടി നരച്ചു പോയിട്ടുണ്ട്. എന്നാലും അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതിൽ അദ്ദേഹം ഭാഗ്യം കെട്ടവനായിട്ടില്ല എന്നും പറയുകയാണ്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് തനിക്കൊരു സന്താനത്തെയാണ്, ഒരു മകനെ വേണം എന്നാണ് അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത്. ആ മകന് ഉണ്ടായതിനു ശേഷം അതിന് ഭൗതികമായ ഒരു രൂപത്തിലുമുള്ള ലക്ഷ്യമല്ല സക്കരിയ നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മറിച്ച് ഈ സത്യത്തെ, ദീനിനെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ഒരു പിന്മുറക്കാരനായി അദ്ദേഹത്തിന് ഒരു കുഞ്ഞിനെ വേണം എന്നാണ് അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത്. ഏവർക്കും തൃപ്തമാകുന്ന രൂപത്തിൽ ഒരു സന്താനത്തെ നൽകണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹിസ്സലാമെ വിളിച്ചുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. യഹ്യ എന്ന പേരുള്ള ഒരു സന്താനത്തെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആയത്താണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുക എന്ന് സക്കരിയ നബി അലൈഹിസ്സലാം വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് അള്ളാഹുവോട് ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹു പറയുന്നു, ഇതെനിക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ഒന്നാണ്. കാരണം ഒന്നുമല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ സൃഷ്ടിച്ചില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു ദൃഷ്ടാന്തം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ 3 ദിവസം ജനങ്ങളോട് സംസാരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ദൃഷ്ടാന്തം അള്ളാഹു സക്കരിയ നബി അലൈഹിസ്സലാമക്ക് നൽകുകയാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ മെഹ്റാബിൽ നിന്നും പുറത്തു വന്നിട്ട് ജനങ്ങളോട് ആംഗ്യം കാണിക്കുകയാണ്. രാവിലെയും വൈകുന്നേരവും നിങ്ങൾ പ്രകീർത്തിക്കുക എന്ന് പറയുന്നു. എന്നിട്ട് അള്ളാഹു പിന്നെ അഭിസംബോധന ചെയ്യുന്നത് യഹ്യ നബി അലൈഹിസ്സലാമയാണ്. യഹ്യ നബി അലൈഹിസ്സലാമയോട് പറയുന്നു, ഖുദിൽ കിതാബ ബിഖുവ, നീ ശക്തിയോടെ ഈ ഗ്രന്ഥത്തെ, ഈ വേദഗ്രന്ഥത്തെ, തൗറാത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അതിനെ മുറുകെ പിടിക്കുക. വ ആതൈനാഹു, അതുപോലെ തന്നെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ക്വാളിറ്റികളും അവിടെ എടുത്തു പറയുന്നു. ചെറുപ്പത്തിൽ സ്വബിയായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഹുക്മ നൽകുകയാണ്. സത്യവും അസത്യവും വേർതിരിച്ചറിയുവാനും അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാനുമുള്ള ഒരു ശക്തി അദ്ദേഹത്തിന് നൽകുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഹനാനാണ് എന്ന് പറയുന്നുണ്ട്. ഹനാൻ എന്ന് പറഞ്ഞാൽ വാത്സല്യനിധി അല്ലെങ്കിൽ ദയാലുവാണ്. അതുപോലെ തന്നെ സക്കാത്താണ്, പരിശുദ്ധനാണ് എന്ന് പറയുന്നു. തഖിയാണ്, സൂക്ഷ്മതയുള്ളവനാണ് എന്നും പറയുന്നു. പിന്നെ ബർറം ബിവാലിദേഹ്, തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനാണെന്ന് പറയുന്നു. അദ്ദേഹം ജബ്ബാറും അസിയും, അതായത് നിഷ്ഠൂരനും അനുസരണക്കേട് കാണിക്കുന്നവനുമല്ല എന്നും പറയുന്നു. അദ്ദേഹം ജനിച്ച ദിവസവും അതുപോലെ തന്നെ മരിക്കുന്ന ദിവസവും പുനരുജ്ജീവിപ്പിക്കുന്ന ദിവസവുമെല്ലാം അദ്ദേഹത്തിൻ്റെ മേൽ സമാധാനമാണ് എന്ന് അള്ളാഹു അതിനു ശേഷം പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ ശേഷം, ഈ സംഭവം വിശദീകരിച്ച ശേഷം പിന്നീട് അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് മറിയം റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിലേക്കാണ്. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ സത്യവിശ്വാസികൾക്കും
മാതൃകയായിക്കൊണ്ടാണ് മറിയം റളിയല്ലാഹു അൻഹയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ട് മറിയം റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എനിക്കെങ്ങനെയാണ് കുഞ്ഞ് ജനിക്കുക? കാരണം വലം യംസസ്നി ബഷറുൻ വലം അകു ബഗിയ, എനിക്ക് ഒരു പുരുഷ സ്പർശവും എന്നെ സ്പർശിച്ചിട്ടില്ല, ആരും എന്നെ സ്പർശിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് ഒരു കുഞ്ഞുണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു പറയുന്നു, അതെനിക്ക് ഹയ്യിനാണ്, വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറയുകയാണ്. അങ്ങനെ മറിയം റളിയല്ലാഹു അൻഹ പിന്നീട് ഗർഭിണിയാവുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു പുരുഷ സ്പർശമേൽക്കാത്ത ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന സമയത്ത് ആളുകൾ പലതും പറയാൻ തുടങ്ങും. അവർ വ്യഭിചാരിയാണ് എന്ന് പറയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുമെന്നുള്ളത് കൊണ്ട് അവരെ മറ്റൊരു വിദൂര സ്ഥലത്തേക്ക് അള്ളാഹു കൊണ്ടുപോവുകയാണ്. അങ്ങനെ പ്രസവവേദന വന്ന സമയത്ത് അവർ ഒരു ഈത്തപ്പനയുടെ താഴെയാണ് എത്തി നിൽക്കുന്നത്. മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് മറിയം റളിയല്ലാഹു അൻഹ ഈ രൂപത്തിൽ പറയുന്നത്, യാ ലൈതനി മിത്തു ഖബ്ല ഹാദ, ഇതിനു മുമ്പ് ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വകുൻതു നസ്യം മൻസിയ, തീരെ വിസ്മരിക്കപ്പെട്ടു പോയ ഒരാളായിത്തീരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറയുകയാണ്. നമുക്കറിയാം, പ്രസവിക്കുന്ന സമയത്ത് നമ്മൾ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും മെൻ്റലി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമാണ്. ആ സമയത്ത് പ്രത്യേകിച്ച് മറിയം റളിയല്ലാഹു അൻഹ അവർക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നില്ല. അപ്പം എങ്ങനെയാണ് ഈ കുഞ്ഞ് ജനിക്കുക എന്ന് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചോദിക്കും. ആ ഒരു ഭയവും പേടിയും ആശങ്കയും എല്ലാം കൂടിയാണ് മറിയം റളിയല്ലാഹു അൻഹയെ ഇങ്ങനെ പറയിപ്പിച്ചത്. അതുപോലെ തന്നെ ശാരീരികമായിട്ട് നമുക്കറിയാം, പ്രസവ സമയത്ത് മസിലുകൾ ക്ഷയിച്ചു പോകുന്നൊരു സമയമാണ്. ആ സമയത്ത് ഒരുപാട് ഹോർമോണുകൾ ചേഞ്ച് വരികയും മാനസികമായിട്ടും നമ്മൾ വളരെയധികം ഡൗൺ ആവുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്താണ് മറിയം റളിയല്ലാഹു അൻഹ ഈ രൂപത്തിൽ പറഞ്ഞത്. ഇനി അടുത്ത ആയത്തുകളിൽ മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു പകരാണ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ആയത്തുകൾ ഒന്ന് പാരായണം ചെയ്തു നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا وهزي إليك بجذع النخلة تساقط عليك رطبا جنيا فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا. فناداها, അപ്പോൾ, ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ, നാദ വിളിച്ചു പറഞ്ഞു, നാദാഹ അവളെ വിളിച്ചു പറഞ്ഞു, അപ്പോൾ അവളെ വിളിച്ചു പറഞ്ഞു, മിൻ തഹ്തിഹ അതിൻ്റെ താഴെ നിന്നും, അല്ലാ തഹ്സനി നീ ദുഃഖിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല. തഹ്സൻ അല്ല, ലാ തഹ്സൻ എന്ന് പറഞ്ഞാൽ നീ ദുഃഖിക്കേണ്ടതില്ല. ഇവിടെ സ്ത്രീ ആയതുകൊണ്ടാണ് തഹ്സനി ഒരു യാ അധികമായി വന്നിട്ടുള്ളത്. ഖദ് ജഅല റബ്ബുക്കി തീർച്ചയായും നിന്റെ രക്ഷിതാവ് ആക്കിയിട്ടുണ്ട്. ജഅല എന്ന് പറഞ്ഞാൽ ആക്കി, റബ്ബുക്കി നിന്റെ രക്ഷിതാവ്, റബ്ബുക റബ്ബുക്കി രണ്ടും നിന്റെ രക്ഷിതാവ് എന്ന് തന്നെയാണ്. സ്ത്രീ ആയതുകൊണ്ടാണ് റബ്ബുക്കി എന്ന് പറഞ്ഞത്. തഹ്തക്കി അവിടെയും സ്ത്രീ ആയതുകൊണ്ടാണ് കാഫിന് കെസ്ര കൊടുത്തിട്ടുള്ളത്. തഹ്തക്കി നിന്റെ താഴെ. സരിയ, സരിയ എന്നതിന് രണ്ട് അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഒരു മഹാൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു, മറ്റൊന്ന് ഒരു ഉറവ് ചാലാണ് എന്നും ചില ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. രണ്ടായിരുന്നാലും ഒരു മഹാന് അല്ലെങ്കിൽ ഒരു ഉറവ് ചാല്, വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉറവ് ചാല് നിനക്ക് താഴെ
നിന്റെ രക്ഷിതാവ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മഹാനെ, ഒരു മാന്യനെ നിനക്ക് താഴെ നിന്റെ രക്ഷിതാവ് ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അടുത്ത ആയത്ത് വഹുസി ഇലൈക ബിജിദ്ഇൻ നഖലതി തുസാഖിത് അലൈക റുതബൻ ജനിയ. വഹുസി നീ കുലുക്കുക. അവിടെ യാ വന്നത് സ്ത്രീ ആയതുകൊണ്ടാണ്. വഹുസി നീ കുലുക്കുക, ഇലൈക്ക് നിന്നിലേക്ക്, ബിജിദ്ഇൻ നഖല ഈന്തപ്പന നീ കുലുക്കിക്കൊള്ളുക, തുസാഖിത്ത് അത് നിനക്ക് വീഴ്ത്തിത്തരും, അലൈക്ക് നിനക്ക് മേൽ, റുത്വബൻ ജനിയ പുതുതായി പറിച്ചെടുത്ത കാരക്ക. റുത്വബ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക, ജനിയ എന്ന് പറഞ്ഞാൽ പുതിയത്, ഫ്രഷ് ആയിട്ടുള്ള പുതിയതായി പറിച്ചെടുത്തിട്ടുള്ള കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം നിനക്ക് അത് വീഴ്ത്തിത്തരും എന്നതാണ്. വഹുസി ഇലൈക്ക് ബിജിദ്ഇൻ നഖലതി തുസാഖിത് അലൈക റുത്വബൻ ജനിയ. നിന്റെ അടുക്കലേക്ക് ഈത്തപ്പന കുലുക്കിക്കൊള്ളുക, അത് നിനക്ക് പുതിയ ഈത്തപ്പഴം വീഴ്ത്തിത്തരുന്നതാണ്. എന്നിട്ട് പറയുന്നു അടുത്ത ആയത്തിൽ, 26-ാമത്തെ ആയത്തിൽ പറയുന്നു, ഫക്കുലി അപ്പോൾ നീ ഭക്ഷിക്കുക, വഷ്റബി നീ കുടിക്കുകയും ചെയ്യുക, വഖരി ഐന നീ കണ്ണു കുളിർക്കുകയും ചെയ്തു കൊള്ളുക. ഖുറത്ത് ഐന് കൺകുളിർമ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വഖരി ഐന നിന്റെ കണ്ണ് കുളിർക്കുകയും ചെയ്തു കൊള്ളുക സന്തോഷത്താല്. ഫഇമ്മ തറയിന്ന മിനൽ ബശർ നീ ആരെയെങ്കിലും മനുഷ്യന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ, അഹദൻ ഒരാളെ നീ കാണുകയാണ് എന്നുണ്ടെങ്കിൽ, നീ കാണുന്ന പക്ഷം, ഫഇമ്മ തറയിന്ന നീ കാണുന്ന പക്ഷം, മിനൽ ബശരി മനുഷ്യരിൽ നിന്ന്, അഹദൻ ഏതെങ്കിലും ഒരുത്തനെ, ഫഖൂലി നീ അവരോട് പറയുകയും ചെയ്യുക, ഇന്നി തീർച്ചയായും ഞാൻ, നദർത്തു ഞാൻ നേർച്ച നേർന്നിരിക്കുകയാണ്, ലിർറഹ്മാനി കാരുണ്യവാന്, സ്വൗമൻ വ്രതം നോമ്പ്, ഫലൻ ഉക്കല്ലിമൽ യൗമ ഇൻസിയ ഇന്ന് ഞാൻ ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല. ഫലൻ ഉക്കല്ലിമ ഒരിക്കലും ഞാൻ സംസാരിക്കുകയില്ല. ലൻ വന്നതുകൊണ്ടാണ് ഉക്കല്ലിമ എന്നായത്. മറ്റേത് ഉക്കല്ലിമു എന്നാണ് നമ്മൾ പറയാം. ലൻ എന്നത് പിന്നെ നസ്ബ് ചെയ്യുന്ന ഹർഫായതുകൊണ്ട് ലൻ ഉക്കല്ലിമ ഞാൻ സംസാരിക്കുകയില്ല, അൽ യൗമ ഇന്ന്, ഇൻസിയ ഒരു മനുഷ്യനോടും, ആകയാൽ ഞാൻ ഒരു മനുഷ്യനോടും ഇന്ന് സംസാരിക്കുകയില്ല തന്നെ. അങ്ങനെ നീ തിന്നുകയും കുടിക്കുകയും സന്തോഷത്താൽ കണ്ണു കുളിർക്കുകയും ചെയ്തു കൊള്ളുക. ഇനി നീ മനുഷ്യരിൽ വല്ലവരെയും കാണുകയാണെങ്കിൽ പരമകാരുണ്യകന് വ്രതമനുഷ്ഠിക്കുവാൻ ഞാൻ നേർന്നിരിക്കുകയാണ്, ആകയാൽ ഞാൻ ഇന്ന് ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല തന്നെ എന്ന് നീ പറഞ്ഞേക്കുക. 3 ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത്. നമുക്കറിയാം, പ്രസവവേദന കൊണ്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയത്താണ്, മാനസികമായും ശാരീരികമായും മറ്റെല്ലാവരെക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആശ്വാസവാക്കുകൾ പകരുന്നത്. ഇത് തന്നെ വിളിച്ചു പറഞ്ഞത്, മറിയം റളിയല്ലാഹു അൻഹയെ വിളിച്ചു പറഞ്ഞത് ജനിച്ചു വീണ ശിശു, അതായത് ഈസാ നബി അലൈഹിസ്സലാമാണ് എന്ന് പല മുഫസ്സിരിങ്ങളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മറ്റു ചിലർ പറയുന്നത് അത് ഈസാ നബി അലൈഹിസ്സലാം അല്ല, പിന്നെ ഒരു മലക്കാണ് എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അലം. ആരാണ് എന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് നീ വ്യസനിക്കേണ്ടതില്ല, നീ ഭയപ്പെടേണ്ടതില്ല, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്നത് വളരെയധികം സമാധാനവും ശാന്തിയും നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ മാനസികമായും ശാരീരികമായും അത്രയധികം പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാക്കുകൾ കൊണ്ടെങ്കിലും ആരെങ്കിലും ഒന്ന് സാന്ത്വനപ്പെടുത്തിയെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് മറിയം റളിയല്ലാഹു അൻഹയുടെ കേസിൽ ഒരു പുരുഷ സ്പർശം ഏൽക്കാതെയാണ് ഗർഭിണിയായി തീർന്നതും പ്രസവിച്ചിട്ടുള്ളതും. അപ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആളുകൾ ചോദിച്ചു തുടങ്ങും, എങ്ങനെയാണ് നിനക്ക് കുഞ്ഞ് ജനിച്ചത്, നീ ഒരു വ്യഭിചാരിയാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. അപ്പോൾ ആ ഒരു ഭയപ്പാടും പേടിയും എല്ലാം കാരണം ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ആശ്വാസവാക്കുകൾ പകരുന്നത്. അല്ലാ തഹ്സനി നീ വ്യസനിക്കേണ്ടതില്ല, ഖദ് ജഅല റബ്ബുക തഹ്തക സരിയ നിനക്ക് താഴെ നിന്റെ രക്ഷിതാവ് ഒരു മാന്യനെ, അത് ഈസാ നബി അലൈഹിസ്സലാമെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ഇനി അതല്ല, സെരിയൻ എന്ന് പറഞ്ഞാൽ അത് ഉറവ് ചാലാണ്,
അതിൽ നിന്ന് വെള്ളം കുടിക്കാനാണ് പറയുന്നത് എന്നും ചില ആളുകൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും സെരിയൻ എന്നതിന് നമുക്ക് മഹാൻ അല്ലെങ്കിൽ മാന്യൻ, അതുമല്ലെങ്കിൽ ഉറവുചാൽ, ഇങ്ങനെ 2 അർത്ഥവും ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ആയത്തിൽ വഹുസി ഇലൈക ബിജിദ്ഇൻ നഖ്ല, ഒരു ഈത്തപ്പന കുലുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം, പ്രസവിച്ച് ആ ഒരു സമയത്ത് ഒരു സ്ത്രീയെ കൊണ്ട് ഈത്തപ്പന കുലുക്കിക്കുക എന്നുള്ളത് മറ്റ് മരങ്ങളെ പോലെയല്ല. ഒരു പേരക്ക മരം അല്ലെങ്കിൽ ഒരു ചാമ്പക്ക മരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് കുലുക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഈന്തപ്പന എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നമുക്ക് കുലുക്കിയിട്ട് അതിൽ നിന്ന് പഴം പറിച്ചെടുക്കുക സാധ്യമല്ല. പക്ഷെ അള്ളാഹു പറയാണ്, ഇവിടെ എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? അത് കുലുക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അള്ളാഹു ഏറ്റു. അതിൽ നിന്ന് പുതുതായി പറിച്ചെടുത്തിട്ടുള്ള കാരക്ക, ഈന്തപ്പന വീഴ്ത്തിത്തരും. അത് നിനക്ക് വീഴ്ത്തിത്തരും. അത് അള്ളാഹു ചെയ്തു കൊടുക്കുകയാണ്. അപ്പം അള്ളാഹു ഇങ്ങനെ ഒരു റിസ്ക് നൽകുമ്പോൾ അതിനൊരു ചെറിയ രൂപത്തിലുള്ള എഫേർട്ട് എടുക്കാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനിപ്പോൾ മറിയം റളിയല്ലാഹു അൻഹ മരം കുലുക്കാതെ തന്നെ ആ റിസ്ക്, ആ ഈത്തപ്പഴം എന്ത് ചെയ്യാം, കൊടുക്കാം. പക്ഷെ എന്നിരുന്നാലും അത് പിന്നെ കുലുക്കിയിട്ട് അതിനൊരു കാര്യകാരണ ബന്ധമുണ്ടാക്കിയിട്ട് അതിൽ നിന്നും കാരക്ക എടുത്തുകൊള്ളാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, മിഹ്റാബിൽ ഇരിക്കുന്ന സമയത്ത് ജക്കരിയ നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, ഈ ഭക്ഷണമൊക്കെ എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹുവ മിൻ ഇൻദില്ല, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് എന്ന് മറിയം റളിയല്ലാഹു അൻഹ പറയാണ്. അപ്പോൾ അവിടെ ഒരു എഫേർട്ടും എടുക്കാതെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, റിസ്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ അള്ളാഹു എന്ത് ചെയ്യാണ്, ഈന്തപ്പന മരം കുലുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് ഒരിക്കലും ഒരു പ്രസവിച്ച സ്ത്രീക്ക് അത്രയധികം ബോഡിയൊക്കെ ക്ഷയിച്ച് നിൽക്കുന്ന, മസിലുകളൊക്കെ ക്ഷയിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ അത് കുലുക്കുക സാധ്യമല്ല. എന്നിരുന്നാലും അങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്നത് കൊണ്ട് അള്ളാഹു അതിൽ നിന്നും റിസ്ക് നൽകും എന്നാണ് പറയുന്നത്. അതിനുശേഷം ഫകുലി വഷ്റബി, നീ കുടിക്കുകയും അതുപോലെ തന്നെ തിന്നുകയും ചെയ്യുക. കുലി, നീ തിന്നുക. വഷ്റബി, നീ കുടിക്കുകയും ചെയ്യുക. അവിടെ സെരിയൻ ഉറവുചാലുണ്ട് എന്ന് പറഞ്ഞു. ആ ഉറവുചാലിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ പറഞ്ഞത്. ഇനി അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗം അള്ളാഹു അവിടെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് വെള്ളം കുടിക്കുവാനും ഈ ഈന്തപ്പന മരത്തിൽ നിന്ന് ഈന്തപ്പഴം പറിച്ച് കഴിക്കുവാനും അള്ളാഹു ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്രയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു സമാധാനത്തിൻ്റെ വാക്കുകൾ കേൾക്കുക എന്ന് പറയുന്നത് ഏതൊരു ആളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ്. ആദ്യം ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത്. നീ വിഷമിക്കേണ്ടതില്ല, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്നത് പോലെ അല്ലേ. അല്ലാ തഹ്സനി, നീ വിഷമിക്കേണ്ടതില്ല. പിന്നെ എന്താണ് അവിടെ പറയുന്നത്, നിനക്ക് കഴിക്കാൻ ഈത്തപ്പഴം നൽകാണ് അല്ലേ. നമുക്കറിയാം, ആ ഒരു പ്രസവിച്ച് കിടക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈന്തപ്പഴം, കാരക്ക കഴിക്കുക എന്നുള്ളത് ഫിസിക്കലി ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഈന്തപ്പഴമാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ഈ പ്രസവിച്ച മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് നൽകുന്നത്. അപ്പോൾ അത് നൽകുമ്പോൾ വല്ലാത്തൊരു സമാധാനവും സന്തോഷവും മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ തിന്നുക, കുടിക്കുക എന്നൊക്കെ പറയാൻ കൂടെ ഒരാളുണ്ട് എന്നത് വളരെയധികം സന്തോഷവും നിറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ആനന്ദം നിറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പിന്നീട് പറയാണ് ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദൻ, പിന്നെ ആരെങ്കിലും നീ കാണുന്ന സമയത്ത്, ഏതെങ്കിലും മനുഷ്യന്മാരെ നിന്നോട് ചോദിക്കുന്ന സമയത്ത് നീ പറയാം, നിന്റെ പരമകാരുണ്യകന് വേണ്ടിയിട്ട് നീ നേർച്ച നേർന്നിരിക്കുകയാണ്, ഞാൻ നോമ്പ് നോറ്റിരിക്കുകയാണ്, ഇന്ന ദിവസം ഞാൻ ആരോടും സംസാരിക്കുകയില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാണ്. ആ ഒരു സമയത്ത് പിന്നെ സംസാരിക്കാതെ മൗനം അവലംബിക്കുന്ന ഒരു സമ്പ്രദായം, ആ രൂപത്തിലുള്ളൊരു നോമ്പ് ജൂതന്മാർക്കൊക്കെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ മറിയം റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ജനങ്ങൾ പലതും പറഞ്ഞുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മൗനവ്രതം വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അള്ളാഹു അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു, പിന്നെ ഇത് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഈസാ നബി അലൈഹിസ്സലാമാണ് എന്നും ഇനി അതല്ല ഒരു മലക്കാണ് എന്നും മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. നമുക്കറിയാം, സൂറത്ത് ആല ഇമ്രാനിൽ 46-ാമത്തെ ആയത്തിൽ വയുക്കല്ലിമുന്നാസ ഫിൽ മഹദ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ജനങ്ങളോട് തൊട്ടിലിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചു എന്ന് ഈസാ നബി അലൈഹിസ്സലാമയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൂറത്തിൽ 30-ാമത്തെ വചനത്തിൽ അദ്ദേഹം സംസാരിച്ചതായിട്ട് നമുക്ക് കാണാനും കഴിയും. അപ്പോൾ മേ ബി അത്
ഈസാ നബി അലൈഹിസ്സലാം തന്നെയാകാം. ഏതായിരുന്നാലും മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് അങ്ങേയറ്റം മനസ്സമാധാനവും മനോധൈര്യവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു ഒന്നുകിൽ ആ കുട്ടിയെ കൊണ്ടോ അല്ലെങ്കിൽ മലക്കിനെ കൊണ്ടോ സംസാരിപ്പിച്ചതാകും എന്നാണ് നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏത് സമയത്തും ഏത് പ്രയാസഘട്ടങ്ങളിലും അള്ളാഹു നമുക്ക് കൂടെ ഉണ്ടാകും എന്നതാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിഷ്കളങ്കമായിക്കൊണ്ട് ഇഖ്ലാസോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവന് എല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ, എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നു കഴിഞ്ഞാലും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന ഒരു ആശ്വാസത്തിൻ്റെ വചനം കൂടിയാണ് ഈ 3 വചനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരത്തിൽ ഇഖ്ലാസോടുകൂടി ജീവിക്കുവാനും പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും അള്ളാഹുവോട് പ്രാർത്ഥിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.